രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ വിവരശേഖരണത്തിന് തുടക്കമായി. ജൂൺ 16 മുതൽ ജൂൺ 30 വരെ സെൽഫ് എന്യൂമറേഷൻ നടത്താവുന്നതാണ്. എന്താണ് സെൽഫ് എന്യൂമറേഷൻ? എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി ശേഖരിക്കേണ്ട വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വയം പോർട്ടലിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. ഇത് വിവരശേഖരണം വേഗത്തിലാക്കാനും പിശകുകൾ ഒഴിവാക്കാനും സഹായിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ നമുക്ക് വിവരങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. സെൽഫ് എന്യൂമറേഷന് വേണ്ടി പോർട്ടലിൽ കയറി സംസ്ഥാനം തിരഞ്ഞെടുക്കണം. കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഇതിനായി മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഇമെയിൽ ഐഡിയും ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീട് ഭാഷ തിരഞ്ഞെടുത്ത് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് ഭാഷ മാറ്റാനാകില്ല. ജില്ല, പിൻകോഡ്, ഗ്രാമം, നഗരം തുടങ്ങിയ വിവരങ്ങൾ നൽകി പ്രദേശം രേഖപ്പെടുത്തണം. മാപ്പിൽ വീടിൻ്റെ കൃത്യസ്ഥാനം അടയാളപ്പെടുത്തണം. 33 ചോദ്യങ്ങൾക്കാണ് മറുപടി രേഖപ്പെടുത്തേണ്ടത്. ഈ മറുപടികൾ പിന്നീട് എന്യൂമറേഷന് വരുന്ന ജൂലൈ 1 മുതൽ 31 തീയതി വരെയാണ് എന്യൂമറേറ്റർമാർ ആദ്യഘട്ടത്തിൽ നമ്മുടെ വീടുകളിലെത്തുന്നത്. അതിനുശേഷം പിന്നീട് രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ്. അപ്പോൾ എന്യൂമറേറ്റർമാർ വീടുകൾ വരുമ്പോൾ നമ്മൾ കിട്ടിയ സെൽഫ് എന്യൂമറേഷൻ വഴി കിട്ടിയ നമ്പർ അവർക്ക് കൈമാറേണ്ടതാണ്. അവരത് പരിശോധിച്ച് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കും. ഈ നടപടികൾക്ക് പൂർണ്ണമായും വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുന്ന രീതിയാണ് സെൽഫ് എന്യൂമറേഷൻ. സെൽഫ് എന്യൂമറേഷൻ വഴി നമുക്കൊരു 11 അക്ക ID ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലഭിക്കും. ഈ 11 അക്ക ID നമ്പർ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. അതാണ് നമ്മൾ എന്യൂമറേറ്റർ വീടുകളിൽ വരുമ്പോൾ നൽകേണ്ടത്. സെൽഫ് എന്യൂമറേഷൻ വഴി എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ വിവരങ്ങൾ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസരം വിനിയോഗിക്കുക. ഓർക്കുക, ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ്റെ കാലയളവ്.